everyone, welcome to Commerce World. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് 5th സെമ്മിത്തെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്റ്റിത്തെ 6th ചാപ്റ്റർ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. സോ ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. So, working capital is the capital required for the day-to-day working of an enterprise. It is required for the purchase of raw material and for meeting the day-to-day expenditure on salary, wages, rents, അഡ്വർടൈസിങ്സ് എക്സെട്ര. സോ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു കമ്പനിത്തെ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വരുന്ന ആ എക്സ്പെൻസസ് എന്ന് പറയുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറീസ്, വേജസ്, റെന്റ്, അതേപോലെ തന്നെ നമ്മളുടെ അഡ്വർടൈസിങ്ങിന് വരുന്ന എക്സ്പെൻസസ്, ഇതുപോലത്തെയുള്ള ഇൻക്ലൂഡ് ചെയ്തതാണ് നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് നീഡഡ് ഫോർ ഹോൾഡിംഗ് സം കൺവേർട്ടബിൾ അസറ്റ്സ് ആയിട്ടുള്ള നമ്മളുടെ കറണ്ട് അസറ്റ്സ് ലൈക്ക് സ്റ്റോക്ക്, ബുക്ക് ഡെപ്റ്റ്സ്, ബിൽസ് റിസീവബിൾസ്, ഇതെല്ലാം നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽസിൽ ഇൻക്ലൂഡ്. ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റാണ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വന്നിട്ട് രണ്ടെണ്ണമാണ് വരുന്നത്. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ദെൻ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് it is a minimum amount of working capital which is continuously required by the enterprise to carry out its normal business operations. അതായത് ഒരു ബിസിനസ് വന്നിട്ട് റൺ ചെയ്ത് പോവാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വേണ്ടി വരുന്ന ഓരോ തിങ്സും ഓരോ ബിസിനസ് ഓപ്പറേഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ദ മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ടു എൻഷ്യൂർ the effective utilization of fixed assets and support the normal operations of the business. നമ്മളുടെ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ബിസിനസ് ഓപ്പറേഷൻസിന് മേജർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് വരുന്നത്. സോ അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള വരുന്നതിനാണ് നമ്മളുടെ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ, ദെൻ റിസർവ് മാർജിൻ ഓർ കോഷൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് മൂന്നെണ്ണമാണ് വരുന്നത്. സോ ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വിച്ച് ഇസ് നീഡഡ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ബിസിനസ്. അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടി വരുന്നതാണ് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഹെൽപ്ഫുൾ ചെയ്യുന്നതാണ് നമ്മളുടെ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ കോഷൻ working capital means it is the excess of working capital over the regular working capital that should be kept in contingents that may arises at any time. അതായത് ഇപ്പം നമ്മളുടെ എക്സസ് ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, അതിന് വന്നിട്ട് റിസർവ്സ് ആയിട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് നമ്മളുടെ എന്തെങ്കിലും കൺവീനിയൻസ് വരുന്ന സമയത്ത് നമ്മളുടെ ആ വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ കോഷൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ലൈക്ക് നമ്മുടെ പ്രോഫിറ്റ് വന്നിട്ട് നമുക്ക് റിസർവ് ആയിട്ട് മാറ്റി വെക്കുന്ന പോലെ തന്നെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ റിസർവ് ആയിട്ട് മാറ്റി വെക്കും. Then next വരുന്നതാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ദ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് വേരിയബിൾ ഓർ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് വേരിയസ് ദാറ്റ് വോള്യൂം ഓഫ് ബിസിനസ്. അതായത് നമ്മുടെ ബിസിനസ്സിന്റെ വോള്യൂംസിനനുസരിച്ച് ചേഞ്ച് ആവുന്നതാണ് നമ്മുടെ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ അഡീഷണൽ ക്യാപിറ്റൽ നീഡ് ടു മീറ്റ് ദ സീസണൽ ആൻഡ് സ്പെഷ്യൽ നീഡ്സ്. അതായത് നമ്മുടെ മെജോറിറ്റി ആയിട്ട് വരുന്ന സീസൺസ്, ദെൻ സ്പെഷ്യൽ നീഡ്സിൽ ഇപ്പോൾ നമ്മുടെ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആ സീസണിൽ എന്തായിരിക്കും ഫ്ലോ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒന്ന് വന്നിട്ട് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ, ദെൻ നെക്സ്റ്റ് വന്നിട്ട് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് നീഡഡ് ടു മീറ്റ് ദ സീസണൽ നീഡ്സ് ഓഫ് ദ ഫേം. ഇറ്റ് റെഫേഴ്സ് ടു ദ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ടു ഡ്യൂറിംഗ് ദ ബിസി സീസൺസ്. Then special working capital means this refers to the extra working capital to be maintained to finance special operations. It may be required to then slow moving stock or financing a period of strike or lockout. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മളുടെ സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡേഞ്ചേഴ്സ് ഓഫ് ഇന്നാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ഒരു ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ബിസിനസ്സിൽ ഉണ്ടാവുന്ന സമയത്ത് എന്തൊക്കെയാണ് ഡേഞ്ചേഴ്സ് വരുന്നതെന്ന് വെച്ചാൽ, ഒന്ന് വന്നിട്ട് ഇറ്റ് may lead to business failure. Then the firm cannot take the advantages of new opportunities. Then trade discount will be lost. Cash discounts will be lost. Then financial reputation is lost. Then creditors may apply to court for winding up. Then rate of return on investment falls. Then it affects
dividend policy adversely, then the company cannot utilize its fixed assets properly. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ വന്നിട്ട് ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള വരുന്ന സിറ്റുവേഷൻസിൽ വരുന്നത്. ദെൻ ഡേഞ്ചേഴ്സ് ഓഫ് എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ എക്സസ് ആകുന്ന സമയത്ത് വരുന്നത് എന്തൊക്കെയാ വെച്ചാൽ, എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഇറ്റ് മീൻസ് ഐഡൽ ഫണ്ട് വിച്ച് ഗിവ്സ് നോ പ്രോഫിറ്റ്. എക്സസ് ആവുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തില്ല. ദെൻ ദ ഷെയർസ് മേ ഫോൾ ഡ്യൂ ടു ലോവർ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ട് ലോവർ ആവുന്ന സമയത്ത് ഇത് വന്നിട്ട് ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻസിലോട്ട് പോകും. ദെൻ എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് ലിബറൽ ഡിവിഡൻഡ് പോളിസി മേ ബി എൻകവറേജ്ഡ്, ദെൻ ഇൻഎഫിഷ്യൻസി മേ ബി എൻകവറേജ്ഡ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ എ ന്യൂ concept which is gaining more and more importance in recent years is the operating cycle concept of working capital. Operating cycle refers to the average time elapsed between the purchase of raw material and the final cash realization. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് ആവറേജ് ടൈം വന്നിട്ട് നമ്മൾ എത്രയാണ് എടുക്കുന്നത് ഒരു റോ മെറ്റീരിയൽ വന്നിട്ട് ഫൈനൽ പ്രോസസ്സിലോട്ട് എത്തിക്കാനായിട്ട് നമ്മൾ എത്രയാണ് ആ ടൈം എടുക്കുന്നതോ അതിന്റെ ആവറേജ് വരുന്നതാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹേർഡ് വില്യം ആൻഡ് ഡോൾസോൺ, ദ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് റിക്വയർഡ് ബിക്കോസ് ഓഫ് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സെയിൽസ് ആൻഡ് ദയർ ആക്ച്വൽ realization in cash. This time gap is technically termed as the operating cycle of the business. അതായത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് വരുന്ന സമയത്ത് ടൈം ഗ്യാപ്പ് നമ്മളുടെ സെയിൽസിനും നമ്മൾക്ക് ക്യാഷ് കിട്ടുന്നതിൻ്റെ ഉള്ള ആ ടൈം ഗ്യാപ്പിനെയാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് റിക്വയർമെന്റ്സ്. അതായത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. സോ ഇതിൽ വന്നിട്ട് 11 ഫാക്ടേഴ്സ് ആണ് വരുന്നത്. ഒന്ന് വന്നിട്ട് നേച്ചർ ഓഫ് ബിസിനസ്. നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എക്സസീവ് ഡേഞ്ചറസ് എന്ന് പറയുന്നതൊക്കെ എങ്ങനെയായിരിക്കും നമ്മളുടെ ബിസിനസ്സിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അല്ലേ. നമ്മുടെ ബിസിനസ് ഏതാണോ അതിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഓരോ ബിസിനസ്സിനും ആവശ്യമായിട്ട് വരുന്നത്. ദെൻ പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് സിംപ്ലി റെഫേഴ്സ് ടു ദ ടൈം റിക്വയർഡ് ടു മാനുഫാക്ചറിങ് ദ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് മാനുഫാക്ചറിങ് ചെയ്തെടുക്കുന്ന ആ ടൈമിന് വന്നിട്ട് വരുന്നതാണ് നമ്മുടെ പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. സോ നമ്മുടെ പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് ഓരോ പ്രൊഡക്റ്റിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ സൈക്കിൾ. ദെൻ സൈസ് ഓഫ് ദ ബിസിനസ്. നമ്മുടെ ലാർജ് ഫേം ആയാലും ഷോർട്ട് ഫേം ആയാലും നമുക്ക് അതിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ ബിസിനസ് വന്നിട്ട് മൂവ് ഓൺ ചെയ്ത് പോകുന്നത്. അതിന്റെ ബേസിസിലായിരിക്കും നമുക്ക് ഇൻവെന്ററീസ് ആവശ്യം വരുന്നത്. ദെൻ ടേൺ ഓവർ മീൻസ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് റിക്കവേർഡ് ബൈ ദ സെയിൽ ഓഫ് ഗുഡ്സ്. അതായത് ഒരു ഗുഡ്സ് സെയിൽ ചെയ്തിട്ട് നമുക്ക് എത്ര സ്പീഡിലാണോ അതിന്റെ എമൗണ്ട് റിട്ടേൺ കിട്ടുന്നത് അതിനെയാണ് നമ്മളിവിടെ ടേൺ ഓവർ എന്ന് പറയുന്നത്. ദെൻ ടേംസ് ഓഫ് ട്രേഡ് മീൻസ് ദ കൺസേൺ വിച്ച് പർച്ചേസ് ഓൺ ക്രെഡിറ്റ് ആൻഡ് സെയിൽസ് ഓൺ ക്യാഷ് വിൽ റിക്വയർസ് ലെസ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് നമ്മുടെ പേർച്ചേസ് വന്നിട്ട് ക്രെഡിറ്റിലും സെയിൽസ് വന്നിട്ട് ക്യാഷിലും ആവുന്ന സമയത്ത് നമ്മുടെ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലെസ് ആവുമെന്നാണ് പറയുന്നത്. ദെൻ ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിപ്രീസിയേഷൻ, റെസിഷൻ, അതേപോലെ തന്നെ റിക്കവറി എക്സെട്ര ഇതുപോലെ വരുന്നതൊക്കെ നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽസിനെ വന്നിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ നേച്ചർ ആൻഡ് വാല്യൂ ഓഫ് ദ പ്രൊഡക്റ്റ്. നമ്മളുടെ നേച്ചർ ആൻഡ് വാല്യൂ ഓഫ് ദ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ നേച്ചർ, ദെൻ അതിന്റെ വാല്യൂ ലൈക്ക് എമൗണ്ട് വരുന്നതിന്റെ ബേസിസിലായിരിക്കും നമ്മളുടെ ബിസിനസ് വന്നിട്ട് റൺ ചെയ്ത് പോകുന്നത്. സോ അതെന്ന് പറയുന്നത് നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ സീസണൽ ഫ്ലക്ച്വേഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നിൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ വന്നിട്ട് ഒരു സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നുണ്ട്. സോ സീസൺസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ട് വരുന്നത്. ദെൻ യൂസ് ഓഫ് മാനുവൽ ലേബർ ആൻഡ് മെഷീൻ. നമ്മളുടെ മാനുവൽ ആയിട്ടുള്ള നമ്മളുടെ ലേബേഴ്സിനും അതേപോലെ തന്നെ മെഷീൻസിനെയും വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. So it is also the one of the factors majorly affecting the working capital. Then growth and expansion of the business. നമ്മളുടെ ബിസിനസ്സിന്റെ ഗ്രോത്തും അതേപോലെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് കമ്പനി പോളിസീസ് എന്ന് പറയുമ്പോൾ കമ്പനീസ് വന്നിട്ട് ഡയറക്ട്ലി വന്നിട്ട് നമ്മളുടെ ഓരോ കമ്പനീസും എടുക്കുന്ന ഡിവിഡൻഡ് ഡിസിഷൻസ്, ഡിപ്രീസിയേഷൻസ് അതേപോലെ തന്നെ മറ്റുള്ള കുറേ ഡിസിഷൻസ് വന്നിട്ട് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽസിനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫാക്ടേഴ്സിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഹാർഡ് കോ വർക്കിംഗ് ക്യാപിറ്റൽ. കോ കറന്റ് അസറ്റ്സ് ആണ് നമ്മുടെ നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ദ ടേം ഹാർഡ് കോ വർക്കിംഗ് ക്യാപിറ്റൽ വാസ് യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ഡാന്റൺ കമ്മിറ്റി
In its report in 1974, it represents the minimum amount of investment in raw material, work in progress, finished goods, store and spares, account receivable and cash balance which is industrial enterprises required to carry on a certain level of activity. It is the irreducible minimum amount of current assets required throughout the year for maintaining the circulations of current assets. അതായത് നമ്മളുടെ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന കറണ്ട് അസറ്റ്സ് ആയിട്ടുള്ള ബിൽസ് റിസീവബിൾ, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോക്സ്, ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇതെല്ലാം വന്നിട്ട് നമ്മുടെ ബിസിനസ്സിന് വന്നിട്ട് ആവശ്യമുള്ളതാണ്. സോ ഇത് വന്നിട്ട് നമ്മളുടെ മിനിമം 1 ഇയറിൽ വന്നിട്ട് എത്ര എമൗണ്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ കോർ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. Then it is the minimum amount of current assets that must be kept at all times. നമ്മളുടെ എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് വന്നിട്ട് നമ്മൾ കെപ്റ്റ് ചെയ്തിരിക്കും നമ്മുടെ ബിസിനസ്സിൽ തന്നെ ഇനി വരുന്ന അൺസർട്ടൻസി വന്നിട്ട് മീറ്റ് ചെയ്യാൻ അല്ലേ. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ വന്നിട്ട് ദ മിനിമം കറണ്ട് അസറ്റ്സ് ദാറ്റ് മസ്റ്റ് ബി കെപ്റ്റ് അറ്റ് ആൾ ടൈംസ് ഇറ്റ് കോൾ കോർ കറണ്ട് അസറ്റ്സ്. ഇൻ ഷോർട്ട്, കറണ്ട് അസറ്റ്സ് ഇൻ വിച്ച് ഫണ്ട്സ് ആർ പെർമനന്റ്ലി ബ്ലോക്ക്ഡ് അപ്പ് ആർ നോൺ ആസ് കോർ കറണ്ട് അസറ്റ്സ്. സോ നമ്മളുടെ ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് വന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ കറണ്ട് അസറ്റ്സിൽ വന്നിട്ട് നമ്മൾ ബിസിനസ്സിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മുടെ കോർ കറണ്ട് അസറ്റ്സ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റലിന് വന്നിട്ട് എന്തൊക്കെ മെത്തേഡ്സ് വന്നിട്ട് വരുന്നുണ്ടെന്ന് വെച്ചാൽ 5 മെത്തേഡ്സ് ആണ് ഇതിൽ വരുന്നത്. അതിൽ ആദ്യം വരുന്നതാണ് നെറ്റ് കറണ്ട് അസറ്റ്സ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ this is the most practical and widely used method of estimating working capital requirements. Under this method, first of all, value of each current asset is estimated. After this is estimate of current liabilities is made. Difference between the total estimated amount of current assets and the current liabilities gives the net working capital requirements of the firm. To this amount, some extra amount by the way provisions for contingencies added. This is generally calculated as the fixed percentage of working capital. അതായത് നെറ്റ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കറണ്ട് അസറ്റ്സിന്റെയും കറണ്ട് ലയബിലിറ്റീസിന്റെയും ആ ഡിഫറൻസ് വരുന്ന എമൗണ്ട് ആണ്. സോ ഇതിന്റെ ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ അസറ്റ്സും ടോട്ടൽ ലയബിലിറ്റീസും എടുത്തിട്ട് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതെന്ന് പറയുന്നത് ഫിക്സഡ് പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേഷൻസിൽ വന്നിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് മെത്തേഡ് ആണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് മീൻസ് is the duration of time within which one cycle of business operation is completed. Business operations involves the number of stages. The first stage begins with the cash ഔട്ട്ഫ്ലോസ് എന്നാണ് പറയുന്നത്. സോ ഇതിൽ വന്നിട്ട് എത്ര സ്റ്റേജസ് ഓഫ് പ്രോസസ് ആണ് ഒരു ബിസിനസ് വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് എന്ന് പറയുന്നത്. എത്രയൊക്കെ സ്റ്റെപ്സിലൂടെയാണ് നമ്മളുടെ ബിസിനസ് വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഔട്ട്പുട്ട് വന്നിട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇതിൽ വരുന്നത് കാൽക്കുലേഷൻ ഓഫ് ഡ്യൂറേഷൻ ഓഫ് ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ആണ് ഇതിൽ വരുന്നത്. സോ അതിന് നമുക്ക് ഫോർമുല പറയുന്നുണ്ട്. O=R+W+F+D-C എന്നാണ് പറയുന്നത്. O എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ആണ്. R എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ആവറേജ് സ്റ്റോറേജ് പീരിയഡ്. ദെൻ W എന്ന് പറയുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ് ആവറേജ് പീരിയഡ്. ദെൻ F എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവറേജ് സ്റ്റോറേജ് പീരിയഡ്. ദെൻ D ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരിയഡ്. C ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരിയഡ്. ഇങ്ങനെയുള്ള സ്റ്റെപ്സിലൂടെ ആയിരിക്കും നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽസ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരിയഡ് എന്ന് പറയുന്നത്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫോർമുല വരുന്നതാണ് ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി കൺസംഷൻ. ഇതിൽ ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ആവറേജ് പീരിയഡ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആവറേജ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ ഓഫ് കോസ്റ്റ് ആണ് വരുന്നത്. സോ ഇതിൽ ആവറേജ് വർക്ക് ഇൻ പ്രോഗ്രസ് കണ്ടുപിടിക്കുമ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് പ്ലസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡഡ് ബൈ 2.
ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫിനിഷ്ഡ് ഗുഡ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഡിവൈഡഡ് ബൈ ഡെയിലി ആവറേജ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ ഇതിൽ വന്നിട്ട് ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കണ്ടുപിടിക്കുമ്പോൾ ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സും ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ ഡെപ്റ്റേഴ്സ് കളക്ഷൻ ചെയ്യുന്ന സമയത്ത് ആവറേജ് ഡെപ്റ്റേഴ്സ് ലൈക്ക് ഇൻക്ലൂഡ് നമ്മുടെ ബിൽസ് റിസീവബിൾ ദെൻ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് സെയിൽസ്. ദെൻ ആവറേജ് ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. ദെൻ നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് കണ്ടുപിടിക്കുമ്പോൾ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് പർച്ചേസ്. ദെൻ ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. ഇത്രയാണ് നമ്മളുടെ ഓപ്പറേഷൻ സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്യൂറേഷൻ കണ്ടുപിടിക്കാനായിട്ട് വരുന്നത്. ദെൻ ഇതിൽ വരുന്ന തേർഡ് മെത്തേഡാണ് പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് ഓഫ് ഡിഫറെന്റ് അസറ്റ്സ് എക്സ്ക്ലൂഡിംഗ് ക്യാഷ് ആൻഡ് ലയബിലിറ്റീസ് ആർ മെയ്ഡ് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ ട്രാൻസാക്ഷൻ ഇൻ ദ എൻഷറിംഗ് പീരീഡ്. അതായത് നമ്മളുടെ ഡിഫറെന്റ് അസറ്റ്സിന്റെയും ലയബിലിറ്റീസിന്റെയും ആ കൺസിഡറേഷൻസും ആ ട്രാൻസാക്ഷൻസ് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഒരു പീരീഡ് ഓഫ് ടൈമിൽ ലൈക്ക് ഇപ്പൊ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ വന്നിട്ട് നമ്മുടെ ടോട്ടൽ അസറ്റ്സും ടോട്ടൽ ലയബിലിറ്റീസ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മളുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് നമ്മൾ നോക്കും. അതിനെയാണ് നമ്മുടെ പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇതിൽ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിക് ഓഫ് ട്രാൻസാക്ഷൻ ഓഫ് ദ എൻഷുറിംഗ് പീരീഡ്. അതായത് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയറിനെ ബേസ് ചെയ്തിട്ട് ആ ട്രാൻസാക്ഷൻസിലൂടെ നമ്മൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ വന്നിട്ട് നമ്മൾ നോക്കുന്നതാണ് നമ്മളുടെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ക്യാഷ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എസ്റ്റിമേറ്റ് ഇസ് മെയ്ഡ് ഓഫ് ദ ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്. അതായത് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് എത്രയാണോ ക്യാഷ് പേയ്മെന്റ്സും ക്യാഷ് റെസിപ്റ്റ്സും വന്നിട്ടുള്ളതും പോയിട്ടുള്ളത് അതിനെ നമ്മൾ നോക്കുന്നതാണ് ക്യാഷ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് മാനേജ്മെന്റ് ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. സോ ക്യാഷ് ഇസ് ദ മോസ്റ്റ് ലിക്വിഡ് അസറ്റ്സ് ദാറ്റ് എ ബിസിനസ് ഓൺസ്. ഇറ്റ് ഇസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ നമ്മുടെ ക്യാഷ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ലിക്വിഡ് ഫോം ആണ്. ദെൻ ഒരു ബിസിനസ്സിന് വന്നിട്ട് ലൈഫ് ബ്ലഡ് ആണ് നമ്മുടെ ക്യാഷ് എന്ന് പറയുന്നത്. ദെൻ ദ ടേം ക്യാഷ് ഇസ് യൂസ്ഡ് ഇൻ നാരോ സെൻസ് ആസ് വെൽ ആസ് ബ്രോഡ് സെൻസ്. ഇൻ നാരോ സെൻസ് ക്യാഷ് മീൻസ് currency and equivalents of cash such as checks, drafts, money, orders, etc. In broad sense, cash includes cash assets such as marketable securities and demand deposits in bank. ഇതാണ് നമ്മുടെ ബ്രോഡ് കോൺസെപ്റ്റും ദെൻ നാരോ കോൺസെപ്റ്റും വരുന്നത് നമ്മുടെ ക്യാഷിൽ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്. എന്തൊക്കെ റീസൺസ് ആണ് ഒരു ക്യാഷ് വന്നിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് ട്രാൻസാക്ഷൻ മോട്ടീവ്. ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസിന് വന്നിട്ട് ക്യാഷ് വന്നിട്ട് നെസസറി നീഡേഡ്സ് ആണ്. സോ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ട്രാൻസാക്ഷൻ മോട്ടീവ്. ലൈക്ക് എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നതായാലും ടാക്സ് ആയാലും അതിനൊക്കെ വരുന്നതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ മോട്ടീവ്. ദെൻ പ്രിക്വേഷണറി മോട്ടീവ്. പ്രിക്വേഷണറി മോട്ടീവ് മീൻസ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ആർ പ്രിഡിക്റ്റബിൾ. സോ നമ്മളുടെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും വന്നിട്ട് നമ്മൾക്ക് പ്രിഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. സോ അതിനു വേണ്ടി നമ്മൾ കെപ്റ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ പ്രിക്വേഷൻ മോട്ടീവ്. ദെൻ സ്പെക്കുലേറ്റീവ് മോട്ടീവ്. സ്പെക്കുലേറ്റീവ് മോട്ടീവ് മീൻസ് ടേക്ക് അഡ്വാൻറ്റേജസ് ഓൺ അൺഎക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വരുന്ന സിറ്റുവേഷൻസിൽ വന്നിട്ട് നമ്മളൊരു റിസ്ക് എടുത്തിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. ദെൻ കമ്പൻസേറ്റിംഗ് മോട്ടീവ്. ഇറ്റ് മീൻസ് പ്രൊവൈഡ് സർവീസ് ഇൻ ദ ഫോം ഓഫ് ലോൺസ്. അതായത് ഒരു ബിസിനസ്സിന് വന്നിട്ട് ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ നമ്മൾ ലോൺസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കമ്പൻസേഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. ദെൻ സ്ട്രാറ്റജിക് മോട്ടീവ് മീൻസ് ക്യാഷ് ബാലൻസ് ഐദർ അറ്റ് ബാങ്ക് ഓർ ഇൻ ദ ഫോം ഓഫ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അതായത് ഒന്നില്ലെങ്കിൽ ബാങ്കിൽ വന്നിട്ട് ക്യാഷ് ആയിട്ട് കിടക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ വന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മുടെ സ്ട്രാറ്റജിക് മോട്ടീവ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ക്യാഷ് മാനേജ്മെന്റ്. Cash management simply refers to management of cash. It refers to systematic way of handling cash inflows and outflows. അതായത് നമ്മളുടെ ക്യാഷിനെ വന്നിട്ട് നമ്മളുടെ ഇൻഫ്ലോസ് ആസ് വെൽ ആസ് ഔട്ട്ഫ്ലോസിനെ വന്നിട്ട് നമ്മൾ മാനേജ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മളുടെ ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് ടെക്നിക് ഓഫ് ക്യാഷ് മാനേജ്മെന്റ്. എന്തൊക്കെ ടെക്നിക്സ് ആണ് വരുന്നത് വെച്ചാൽ 3 ടെക്നിക്സ് ആണ് വരുന്നത്. സിങ്ക്രണൈസിങ്, അക്ലറേറ്റഡ്, ദെൻ ഡിലേ ക്യാഷ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന 3 കൺസെപ്റ്റാണ് നമുക്കിതിൽ വരുന്നത്. സോ
ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് സിങ്ക്രണൈസിങ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ദിസ് മീൻസ് ഇറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ആൻഡ് ഇൻഫ്ലോ ഡു നോട്ട് ഒക്യൂർ സൈമൾട്ടേനിയസ്ലി. ദ ഫേം ക്യാൻ റെഡ്യൂസ് ദ നീഡഡ് ക്യാഷ് ഇൻ ബാലൻസ് ഇഫ് ഇറ്റ് ക്യാൻ മൂവ് ദ ക്യാഷ് ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് ക്യാഷ് കളക്ഷൻ ഇൻ ടു ദ സെയിം ക്യാഷ് ഫ്ലോ സൈക്കിൾ. ദ മാനേജ്മെന്റ് ഷുഡ് കൺസിഡർ ദ ബെനിഫിറ്റ്സ് ആൻഡ് ദ അതായത് ഇപ്പം നമ്മളുടെ ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും വരുന്ന സമയത്ത് ഒരു ബിസിനസ് വന്നിട്ട് സൈമൾട്ടേനിയസ്ലി വന്നിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യത്തില്ല അല്ലേ. ഇപ്പം സൈമൾട്ടേനിയസ്ലി വന്നിട്ട് നമ്മളുടെ ക്യാഷ് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാഷ് കൊടുത്തുകൊണ്ടിരിക്കില്ല. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ വന്നിട്ട് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലോ വന്നിട്ട് നമ്മൾ ഫോളോ ചെയ്യും. അങ്ങനെ വരുന്നതാണ് നമ്മുടെ സിങ്ക്രണൈസിങ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അക്ലറേറ്റിംഗ് ക്യാഷ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദ ഫിനാൻസ് മാനേജേഴ്സ് ഷുഡ് ടേക്സ് സ്റ്റെപ്സ് ഫോർ സ്പീഡിഫൈങ് ദ റിക്കവറി ഫ്രം ഡെപ്റ്റേഴ്സ്. അതായത് നമ്മളുടെ ഡെപ്റ്റേഴ്സിന് കയ്യിൽ നമുക്ക് കിട്ടേണ്ട ക്യാഷിനെ വന്നിട്ട് നമ്മളുടെ മാനേജേഴ്സ് എന്ത് ചെയ്യും, ഓരോ സ്റ്റെപ്സ് എടുത്തിട്ട് അത് പെട്ടെന്ന് നമ്മൾക്ക് കിട്ടുന്ന പോലെ ആക്കി തരുന്നതിന് അക്ലറേറ്റിംഗ് ക്യാഷ് റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിൽ വരുന്നതാണ് ലോഗ് ബോക്സ് സിസ്റ്റം, കൺസിഡറേഷൻ ബാങ്കിങ്, ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്, ദെൻ സീറോ ബാലൻസ് അക്കൗണ്ട്, ദെൻ ഹോളി ഓൺ കളക്ഷൻ സെന്റർ, ദെൻ പ്രീ അതറൈസ്ഡ് ചെക്സ് എന്ന് പറയുന്നത്. സോ ഈ 6 എണ്ണമാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ലോഗ് ബോക്സ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ദ സിസ്റ്റം ഓഫ് സ്പീഡി കളക്ഷൻ ഓഫ് ക്യാഷ് ഫ്രം ഡെപ്റ്റേഴ്സ്. അതായത് നമ്മുടെ ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ക്യാഷ് കളക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്. ഇതെന്ന് പറയുമ്പോൾ റെഡ്യൂസ് ദ മെയിൽ ടൈം ഡിലേ. നമുക്ക് ഇപ്പോൾ മെയിൽ അയച്ച് നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് വന്നു ചേരുന്നത് വരെയുള്ള ആ ഡിലേന് വന്നിട്ട് റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ലോഗ് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ കൺസെൻട്രേഷൻ ബാങ്കിങ്. It means the system work on a decentralization manner. Under the system, multiple collection points are made to expedite the collection of funds. അതായത് നമ്മുടെ ഫണ്ട്സിന് വന്നിട്ട് കളക്ട് ചെയ്ത് തരാനായിട്ട് ഒരു വേയിലൂടെ ചെയ്യാതെ പല വേസിൽ വന്നിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കൺസിഡറേഷൻ ബാങ്കിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്. ഇറ്റ് മീൻസ് ഇലക്ട്രോണിക് നെറ്റ്വർക്ക് ആണ്. ഇറ്റ് സെൻസ് ഡാറ്റ ഫ്രം വൺ ബാങ്ക് ടു അനദർ. നോ പേപ്പർ ചെക്സ് ആർ സെൻഡ്. ഒരു ബാങ്കിൽ നിന്ന് ഇന്നൊരു ബാങ്കിലോട്ട് വന്നിട്ട് ഇൻഫോർമേഷൻസും ക്യാഷും വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിനെയാണ് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത്. ഏതൊരു പേപ്പർ വർക്ക്സ് വന്നിട്ട് ഇതിലേക്ക് വരുന്നില്ല. ദെൻ സീറോ ബാലൻസ് അക്കൗണ്ട്. സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഫേം ഡസ് നോട്ട് കീപ് എനി ക്യാഷ് ബാലൻസ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് ട്രാൻസ്ഫേർഡ് ഓൺലി വെൻ ദ ചെക്സ് ഇസ് പ്രസന്റഡ് ഫോർ ദ പേയ്മെന്റ് ടു ദ ബാങ്ക്. അതായത് ഇപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ക്യാഷ് ബാലൻസ് വന്നിട്ട് നമ്മൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ചെക്സോ അല്ലെങ്കിൽ നമുക്ക് വരുന്ന സമയത്തായിരിക്കും നമ്മളുടെ ബാങ്കിലോട്ട് വന്നിട്ട് അക്കൗണ്ട്സ് വരുന്നതും അമൗണ്ട്സ് വരുന്നതും എല്ലാം. ദെൻ ഹോളി ഓൺ കളക്ഷൻ സെന്റർ. ഇറ്റ് മീൻസ് എ ഫേം സെറ്റ്സ് അപ്പ് ഇൻ ഓൺ കളക്ഷൻ സെന്റേഴ്സ് ഇൻ സിറ്റീസ് വേർ ദർ ആർ മെജോറിറ്റി ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് വന്നിട്ട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് ഒരു കളക്ഷൻ സെന്റേഴ്സ് വന്നിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഓരോ കസ്റ്റമേഴ്സിന് വന്നിട്ട് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് ആ ബ്രാഞ്ചിലോട്ട് വരാതെ നമ്മൾക്ക് ഇവിടെയുള്ള കളക്ഷൻ സെന്റേഴ്സിലോട്ട് എമൗണ്ട് കളക്ട് ചെയ്യുന്നതാണ്. ദെൻ പ്രീ അതറൈസ്ഡ് ചെക്സ് മീൻസ് കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ്സ് വിത്ത് ദ കസ്റ്റമേഴ്സ് പ്രീ സൈൻ ചെക്സ്. ദ ഡേറ്റ് ഓഫ് ചെക്സ് കറസ്പോണ്ടന്റ് ടു ദ ഡേറ്റ് വെൻ പേയ്മെന്റ് ഇസ് ഡ്യൂ. അതായത് പേയ്മെന്റ് ഡ്യൂ ആവുന്ന സമയത്തായിരിക്കും ആ ചെക്സ് വന്നിട്ട് നമുക്ക് കിട്ടുന്നത്, അതിന്റെ അമൗണ്ട് നമുക്ക് കിട്ടുന്നത് അല്ലേ. സോ അവർ എപ്പോഴാണോ സൈൻ ചെയ്ത് ആ ഡെപ്പോസിറ്റ്സ് എമൗണ്ട് വന്നിട്ട് കിട്ടുന്നത്, ആ ഡെപ്പോസിറ്റ്സ് വന്നിട്ട് ചെക്ക് വന്നിട്ട് പോകുന്നത്, അതിനെയാണ് നമ്മുടെ പ്രീ അതറൈസ്ഡ് ചെക്സ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് ആണ് ഡിലേയിങ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എഫക്റ്റീവ് കൺട്രോൾ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഓർ പേയ്മെന്റ്സ് ഓൾസോ ഹെൽപ്സ് എ ഫേം ബെറ്റർ ക്യാഷ് മാനേജ്മെന്റ്. സോ ഔട്ട്ഫ്ലോസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്നതാണ് സെൻട്രലൈസ്ഡ് ക്യാഷ് പേയ്മെന്റ്സ്, അവോയ്ഡൻസ് ഓഫ് ഇയർലി പേയ്മെന്റ്സ്, പേയ്മെന്റ് ത്രൂ ചെക്സ്, ദെൻ ഫ്ലോട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സെൻട്രലൈസ്ഡ് ക്യാഷ് പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫേർഡ് ഫ്രം സബ്സിഡറീസ് ടു സെൻട്രൽ ഓഫീസ്. അതായത് സബ്സിഡറീസിൽ നിന്ന് സെൻട്രൽ ഓഫീസിലോട്ട് കൈമാറുന്നതിനാണ് നമ്മുടെ സെൻട്രലൈസ്ഡ് ക്യാഷ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ അവോയ്ഡൻസ് ഓഫ് ഇയർലി പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ due date because it has no special advantages except earning cash discounts which is very nominal. അതായത് ഇയർലി വന്നിട്ട് പേയ്മെന്റ് കൊടുക്കുന്നത് വന്നിട്ട് റെഡ്യൂസ് ചെയ്യുക. ഇതെന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടുന്നല്ലാതെ വേറൊരു ഉപകാരവും നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ദെൻ പേയ്മെന്റ് ത്രൂ ചെക്സിലൂടെ വന്നിട്ട് നമുക്ക് പേയ്മെന്റ് നടത്തുന്നതിനെയാണ് പറയുന്നത്. ദെൻ ഫ്ലോട്ട് മാനേജ്മെന്റ് മേക്സ് പേയ്മെന്റ്സ് ഇൻ ചെക്സ്. There is usually a time gap between the time the checks is written and when it is cleared. So this gap is called float. അതായത് നമ്മളുടെ
ചെക്സിന്റെ ടൈം ഗ്യാപ്പും അതേപോലെ തന്നെ നമുക്ക് എമൗണ്ട് കിട്ടുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ, ആ ഗ്യാപ്പിനെയാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫേംസ് ക്യാഷ് ബാലൻസ് ആൻഡ് ഇറ്റ്സ് ബാലൻസ് is called floats. In short, float is an important technique of slowing cash outflows എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇന്നൊരു ബാങ്ക് അക്കൗണ്ടിലോട്ട് വന്നിട്ട് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാണ്, ഒരു ചെക്ക് എഴുതി കൊടുത്തിട്ട് ആ എമൗണ്ട് വന്നിട്ട് ഇത്രയും തേതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് പോകണം എന്നായിരിക്കും. സോ ആ ടൈം ഗ്യാപ്പില്ലേ, അതിനെയാണ് നമ്മളുടെ ഫ്ലോട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മളുടെ ടെക്നിക്സ് ഓഫ് ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞത്, ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ വന്നിട്ട് നമ്മൾ മാനേജ് ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് ചെയ്ത് നമ്മുടെ ഇൻവെന്ററീസ് ലൈക്ക് നമ്മുടെ സ്റ്റോക്സ് വന്നിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. So, inventory management simply refers to the management of inventory. Inventory management is the sum total of those activities needed for the acquisition, storage and usage of raw materials. സോ ഇതിൽ വന്നിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. എന്തൊക്കെയോ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ adequate inventories are available for smooth operations, then minimize investments, then minimize the cost, then maximize the wealth, then avoid both overstock and understocks, then minimize losses, then ensure right quality of the products. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റിൽ വന്നിട്ട് നമ്മൾക്ക് മോട്ടീവ്സ് ഉണ്ട്. നമ്മുടെ ക്യാഷ് മാനേജ്മെന്റിൽ വരുന്ന മോട്ടീവ്സ് പോലെ തന്നെ ഇതിലും മോട്ടീവ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്വേഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്, ഇങ്ങനെ 3 മോട്ടീവ്സ് ആണ് ഇതിൽ വരുന്നത്. ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്വേഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. സോ ഇതെന്ന് പറയുന്നത് സെയിം അതിൽ പറഞ്ഞതുപോലെ തന്നെ, പക്ഷെ അവിടെ ക്യാഷ് എന്ന് പറഞ്ഞു ഇതിൽ വരുമ്പോൾ നമ്മുടെ ഇൻവെന്ററി എന്നാവും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടെക്നിക്സ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ്. എന്തൊക്കെയാണ് ടെക്നിക്സ് നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റിൽ വരുന്നതെന്ന് വെച്ചാൽ മൊത്തം 10 ടെക്നിക്കാണ് നമ്മളുടെ ഇൻവെന്ററി മാനേജ്മെന്റിൽ നമ്മൾക്ക് വരുന്നത്. അതിൽ ഫസ്റ്റ് ആണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. EOQ. It means economic order quantity can be defined as the quantity which is most economical to order at the time. In other words, it is the ordering quantity which minimizes the total cost of inventory. The total cost of inventory comprises ordering cost and carrying cost. Ordering cost are those costs which are relating to acquisition of material. This include the cost of placing a purchase order. അതായത് നമ്മുടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ വന്നിട്ട് എത്രയാണോ റോ മെറ്റീരിയൽസ്, എത്രയാണോ സ്റ്റോക്സ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഓർഡർ ചെയ്യുന്നതാണ് നമ്മുടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് നമുക്ക് ഓവർ സ്റ്റോക്കിങ്ങും വരില്ല, അണ്ടർ സ്റ്റോക്കിങ്ങും വരില്ല. ദെൻ ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, അക്വിസിഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് വരുന്നതാണ് നമ്മുടെ EOQ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഓഫ് ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് മെറ്റീരിയൽസ്, അതായത് നമ്മളുടെ മെറ്റീരിയൽസ്, നമ്മളുടെ ബിസിനസ്സിൽ വരുന്ന മെറ്റീരിയൽസിനെ വന്നിട്ട് ഡിഫറെന്റ്ലി നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് ഒരു നമ്പേഴ്സോ സിമ്പിൾസോ കൊടുത്തിട്ട് വന്നിട്ട് അതിന് വന്നിട്ട് ഡിഫറൻസിയേഷൻ ചെയ്യുന്നതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മെത്തേഡാണ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ വന്നിട്ട് എത്ര ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്സ് വന്നിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ളതാണ് നമ്മൾ സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. അതിൽ വന്നിട്ട് നമ്മുടെ മാക്സിമം ലെവലും ഉണ്ടാകും, മിനിമം ലെവലും ഉണ്ടാകും. മാക്സിമം ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ലെവലാണ്. ദെൻ മിനിമം ലെവൽ എന്ന് പറയുന്നത് വന്നിട്ട് നമ്മുടെ ലോവർ ലെവലാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മളെ കറക്റ്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. സോ മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ വരുന്നതാണ് റിയോർഡർ ലെവൽ എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ ഡേഞ്ചർ ലെവൽ, റിയോർഡർ പീരിയഡ്, ദെൻ ആവറേജ് സ്റ്റോക്ക് ലെവൽ. സോ റിയോർഡർ ലെവൽ എന്ന് പറയുന്നത് വെൻ ദ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ റീച്ചസ് ദ ലെവൽ, ദ സ്റ്റോക്ക് കീപ്പർ ഷുഡ് ഇനിഷ്യേറ്റ് ആക്ഷൻസ് ഫോർ ദ purchase of material order to fixed somewhere between minimum level and maximum level. It must be fixed in such way that stock representing the difference between the reorder level and minimum level should be sufficient to meet demands of production. അതായത് നമ്മുടെ പ്രൊഡക്ഷൻസിനെ വന്നിട്ട് കറക്റ്റ് ആ ഡിമാൻഡിനെ വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സ്റ്റോക്ക് കീപ്പേഴ്സ് വന്നിട്ട് ഒരു ലെവൽ ഓഫ്
ഇൻവെന്ററീസ് വന്നിട്ട് ബിസിനസ്സിൽ വന്നിട്ട് ക്യാരി ചെയ്തിട്ടുണ്ടാകും. സോ അങ്ങനെ വന്നിട്ട് അത് പെട്ടെന്ന് വന്നിട്ട് ഇൻവെന്ററീസ് വന്നിട്ട് തീർന്നു പോകുന്ന സമയത്ത് എന്താ ചെയ്യുക, സ്റ്റോക്ക് കീപ്പേഴ്സ് വന്നിട്ട് അത് നോക്കിയിട്ട് വന്നിട്ട് അത് ഓർഡർ ചെയ്തിട്ട് അതിന്റെ മിനിമം ലെവൽ വന്നിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ആവറേജ് സ്റ്റോക്ക്. അതായത് നമ്മുടെ ബിസിനസ്സിൽ വന്നിട്ട് ഒരു ആവറേജ് ആയിട്ടുള്ള സ്റ്റോക്ക് വന്നിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോണതാണ്. ദെൻ ഡേഞ്ചർ ലെവൽ മീൻസ് നമ്മുടെ ബിസിനസ്സിൽ വന്നിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതല്ലാതെ അതിന്റെ താഴോട്ട് പോണതാണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. ദെൻ റിയോർഡർ പീരിയഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടൈം ഗ്യാപ്പ് റിക്വയർഡ് ബിറ്റ്വീൻ പ്ലേസിംഗ് ആൻ ഓർഡർ ആൻഡ് ആക്ച്വൽ റിസിപ്റ്റ്സ്. അതായത് ഇപ്പൊ നമ്മൾ ഓർഡർ കൊടുത്തു എന്നിട്ട് അത് കിട്ടാനുള്ള ആ സമയം അതില്ലേ, അതിനെയാണ് നമ്മളുടെ റിയോർഡർ പീരിയഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓരോ ബിസിനസ് വന്നിട്ട് ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് സ്റ്റോക്ക് വന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാകും. അതായത് നമ്മളുടെ റിസർവ്സിൽ നമ്മൾ ക്യാഷോ എങ്ങനെ എടുത്തു വെക്കുന്നത് അതേപോലെ തന്നെ നമ്മളുടെ സ്റ്റോക്ക് വന്നിട്ട് നമ്മൾ സേഫ്റ്റിക്ക് വന്നിട്ട് എടുത്തു വെച്ചിരിക്കും. അതിനെയാണ് നമ്മളുടെ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. ദെൻ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ മീൻസ് ഇസ് ദ റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദ ഗിവൻ പീരിയഡ് ടു ദ ആവറേജ് സ്റ്റോക്ക് ഡ്യൂറിംഗ് ദ പീരിയഡ്. അതായത് നമ്മുടെ ഗിവൻ പീരിയഡ് അതേപോലെ തന്നെ നമ്മുടെ ആവറേജ് സ്റ്റോക്ക് ഓഫ് പീരിയഡിൽ വരുന്നതാണ് നമ്മളുടെ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂം ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ആണ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് പറയുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മുടെ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇതിന് വന്നിട്ട് നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് കൂടി പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് ABC അനാലിസിസ്, ഓൾവേസ് ബെറ്റർ കൺട്രോൾ ഓർ ആൽഫബറ്റിക് കൺട്രോൾ എന്ന് പറയുന്നത്. സോ ഇതിൽ വന്നിട്ട് നമ്മൾ സ്റ്റോക്ക് വന്നിട്ട് എങ്ങനെയാണ് കെപ്റ്റ് ചെയ്ത് വെക്കണമെന്ന് വെച്ചാൽ നമുക്ക് കുറേ സ്റ്റോക്സ് വന്നിട്ടുണ്ടാകും. അതിന് വന്നിട്ട് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുക, ABC എന്ന് വന്നിട്ട് ഡിഫറൻസിയേഷൻ ചെയ്യുക. എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് വരുന്നത് കൂടുതൽ വന്നിട്ട് ഇപ്പം ഇതില്ലാത്ത സമയത്ത് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വരുന്നത് വന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, എയിൽ വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. എന്നുള്ള കാറ്റഗറിയിൽ വന്നിട്ട് നമ്മൾ ഹൈ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് വന്നിട്ട് ചെയ്ത് വെക്കും. ദെൻ B എന്ന് പറയുന്ന സമയത്തോ ഇതില്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും വെച്ച് നമ്മൾക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള സ്റ്റോക്സ് വന്നിട്ട് B ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. ദെൻ C എന്ന് വരുന്ന സമയത്ത് ഈ സ്റ്റോക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പ്രൊഡക്ഷൻസ് വന്നിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാം എന്നുള്ളതാണ് നമ്മളുടെ C ലെവൽ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ ABC അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് VET അനാലിസിസ് എന്ന് പറയുന്നത്. സോ VET അനാലിസിസ് എന്ന് പറയുന്നത് വിറ്റാൽ, എസെൻഷ്യൽ ആൻഡ് ഡിസറേബിൾ എന്നാണ് പറയുന്നത്. സെയിം നമ്മളുടെ ABC അനാലിസിസ് പോലെയാണ്. വിറ്റാൽ സ്പെയർസ് ആർ ദോസ് വിച്ച് ആർ വെരി ക്രിട്ടിക്കൽ ഫോർ പ്രൊഡക്ഷൻ. അതായത് നമ്മുടെ ബിസിനസ്സിന് വന്നിട്ട് മേജർലി നീഡഡ് ആയിട്ട് വരുന്നതാണ് നമ്മളുടെ V എന്ന് പറയുന്നത്, അതായത് വിറ്റാൽ എന്ന് പറയുന്നത്. ദെൻ എസെൻഷ്യൽ എന്ന് പറയുന്ന സമയത്തോ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നതിനെയാണ് നമ്മളുടെ അതായത് നമ്മുടെ എസെൻഷ്യൽ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഡിസയർ സ്പേസ് എന്ന് പറയുന്നത് ആർ ദോസ് വിച്ച് ആർ റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ ബട്ട് ഫാക്ടറി ക്യാൻ മാനേജ് വിത്തൗട്ട് ദെം ഫോർ സം ടൈംസ്. അതിനെയാണ് നമ്മളുടെ ഡിസറേബിൾ എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ VET അനാലിസിസ് എന്ന് പറയുന്നത്. ABC അനാലിസിസ് പോലെ വരുന്നതാണ് നമ്മളുടെ VET അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മെത്തേഡാണ് അഗെയിൻ സ്കെഡ്യൂൾ ഓഫ് ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് എ സ്കെഡ്യൂൾ ഇൻ വിച്ച് ഇൻവെന്ററീസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ പീരിയഡ് ഓഫ് ദ ഹോൾഡിംഗ് ഇൻ ദ സ്റ്റോർ ഇസ് കോൾഡ് അഗെയിൻസ്റ്റ് സ്കെഡ്യൂൾ ഓഫ് ഇൻവെന്ററി. അതായത് നമ്മളുടെ ബിസിനസ് ഫോമിൽ വന്നിട്ട് ഒരു പീരിയഡ് ഉണ്ടാകും, ഇത്ര ടൈം പീരിയഡിൽ വന്നിട്ട് ഹോൾഡ് ചെയ്ത് വെക്കണം, ഇത്ര ഏജ് ലിമിറ്റ്സിൽ വന്നിട്ട് ഹോൾഡ് ചെയ്ത് വെക്കണം എന്നുള്ളതിനാണ് നമ്മളുടെ അഗെയിൻസ്റ്റ് സ്കെഡ്യൂൾ ഓഫ് ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദ ഏജ് ഓഫ് ഇൻവെന്ററീസ് ഓർ ദ പീരിയഡ് ഓഫ് ഫോർ വിച്ച് ഇൻവെന്ററീസ് ആർ ലൈങ് സ്റ്റോക്ക് ടുഗദർ വിത്ത് ദ പെർസെൻറ്റേജ് ഓഫ് ഇൻവെന്ററി ഓഫ് ടോട്ടൽ ഇൻവെന്ററി. അതായത് ഇപ്പം നമ്മളുടെ ഡ്രസ്സ് ഷോപ്സിലൊക്കെ നമ്മൾ എന്താ ചെയ്യുക, നമ്മളുടെ ഓൾഡ് സ്റ്റോക്സ് വന്നിട്ട് നമ്മൾ വിറ്റുവാനായിട്ട് നമ്മളുടെ സെയിൽസിൽ ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുക്കും. അതുപോലെ വരുന്നതാണ് നമ്മളുടെ അഗെയിൻസ്റ്റ് സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മുടെ ഓൾഡ് സ്റ്റോക്സ് വന്നിട്ട് നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരും അല്ലേ, അങ്ങനെയാണ് നമ്മളുടെ അഗെയിൻസ്റ്റ് സ്കെഡ്യൂൾ ഇൻവെന്ററീസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ദ സിസ്റ്റം ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ഓൺ ദ കണ്ടിന്യൂസ് ബേസിസ് വൈൽ ദ മെറ്റീരിയൽ ഇസ് ദ സ്റ്റോറേജ് ഇസ് കോൾഡ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. So, under this system, the actual stock is taken continuously and it is compared with the stock which is shown
ബൈ ദ മെറ്റീരിയൽ റെക്കോർഡ്. അതായത് നമ്മുടെ ആക്ച്വൽ സ്റ്റോക്ക്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന മെറ്റീരിയൽസ് നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ആക്ച്വൽ ഇതിന് മുന്നിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ സ്റ്റോക്സിന്റെ ബേസിസിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മുടെ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് JIT, ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുമ്പോൾ JIT ഇസ് ദ മോഡേൺ ടെക്നിക്സ് ആണ് നമ്മുടെ ഇൻവെന്ററി കൺട്രോളിൽ വരുന്നത്. അതായത് നമ്മളുടെ വേസ്റ്റ് വന്നിട്ട് എലിമിനേറ്റിംഗ് ചെയ്യുന്നതാണ് നമ്മളുടെ JIT എന്ന് പറയുന്നത്. കൂടുതലായിട്ട് നമ്മളുടെ പ്രൊഡക്ഷൻസിൽ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള മെറ്റീരിയൽസ് വന്നിട്ട് വേസ്റ്റായി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇത്രയാണ് നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ 6th ചാപ്റ്റർ. ഇത്രയാണ് നമ്മളുടെ എക്സാമിന് വന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ ഇതോടെ നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്റ്റ് വന്നിട്ട് ഫിനിഷായി. താങ്ക്സ് ഫോർ വാച്ചിങ്.